അങ്ങനെ മക്കളെ, ആ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരുമായിട്ട് ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്കും ഇതെല്ലാം പറ്റും. നിങ്ങൾ സ്വപ്നം കാണും. നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്, നിങ്ങൾക്ക് ഏത് കാര്യമാണ് നടക്കേണ്ടത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ശരി എനിക്ക് ഒരു കാറ് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല, അപ്പം തോന്നുന്ന ഒരു വികാരം. പക്ഷേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ശരി ഞാൻ എങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെ അല്ല. അത് നമ്മൾ എന്താ ഞാൻ പറയുക, അപ്പോൾ എൻ്റെ നമുക്ക് അത്ര ആഗ്രഹമായിരിക്കണം. അതിന് ആ ഒരു ഫീല് നമ്മൾ മനസ്സിൽ കൊടുക്കണം, ഭാവനയിൽ കാണണം അതൊക്കെ. ഇപ്പം ഞാൻ ആ വീട് പ്ലാൻ കെട്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് അയ്യോ ഇത് നടക്കണം, ഇതുപോലൊരു വീട് കെട്ടണം. സംശയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ മുഴുവൻ കെട്ടാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഞാൻ കെട്ടുമല്ലോ. അത്യാവശ്യം ആ ഹാളും 2 ബെഡ്റൂമും അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ അതേ വിചാരിച്ചുള്ളൂ. പക്ഷെ നടന്നത് കംപ്ലീറ്റ് മുഴുവൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ സ്വപ്നം കാണുക, അതിലിരിക്കുന്നത് പോലെ. ഇപ്പോൾ വീട് കെട്ടാനാണെങ്കിൽ അതിലിരിക്കുന്നത് പോലെ കാണുക. അതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെ വേണം, ഇൻറ്റീരിയർ എങ്ങനെ വേണം, അങ്ങനെ ഉള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതിൽ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അതൊക്കെ നടന്നു, എല്ലാം നടന്ന് സന്തോഷമായിട്ട് ഇരിക്കണം. അപ്പോൾ എല്ലാവരും നമുക്ക് ആഗ്രഹിക്കാൻ, നമുക്ക് നടക്കാൻ, ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. എല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ മുന്നിട്ട് ഇറങ്ങണം. എനിക്ക് വീട് കെട്ടണം എന്നും പറഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് വീട് കെട്ടണം എന്ന് പറഞ്ഞ് ഇരുന്നാലൊന്നും വീട് കെട്ടില്ല. ഈ ജന്മം നിങ്ങൾ വീട് കെട്ടില്ല. പക്ഷെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ എടുക്കണം. നമ്മളൊരു 2 അടിയെങ്കിലും മുന്നോട്ട് വെക്കണം. അപ്പോഴേ എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് വരുള്ളൂ. അപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകും. ഇനി അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.